നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പ് തുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തരിക്കഞ്ഞിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഒരു തരിക്കഞ്ഞിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് മധുരമൊന്നും ഇടുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന്. ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വെർമിസില്ലി ചേർത്ത് കൊടുക്കുകയാണ്. വെർമിസില്ലി നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുമല്ലോ, അതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്ന് മാറി വരണം. ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ, ഇതും വറുത്തതല്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തരിയും അതുപോലെ വെർമിസില്ലിയും ഒക്കെ വെന്ത് വരുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അലിഞ്ഞു വരണം. അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നു. അതുപോലെ തന്നെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അത് ചൂടാക്കി. ഇനി നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ച ചെറിയുള്ളിയാണ്. ഞാനൊരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിക്കണം. ശരിക്കും ഇത് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആവശ്യം നോക്കി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 5-6 എണ്ണം, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഈ തവണത്തെ പെരുന്നാളിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.